2025 ഇന്ന് രാത്രി മുഴങ്ങാനിരിക്കെ രാജ്യത്തുടനീളം പുതുവത്സര ആഘോഷങ്ങൾക്കായി വൻ ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് പാർട്ടിയിൽ പങ്കെടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി ഹൈദരാബാദിലും പൂനെയിലും സൗജന്യ ക്യാബ് റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പുനെയിലെ ഹോട്ടലുകളും പബ്ബുകളും പുതുവർഷ രാവിലെ മദ്യപിച്ച് ഉപഭോക്താക്കളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 5 മണി വരെ ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് ഗണേഷ് ഷെട്ടി പറഞ്ഞു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ കാർ ഡ്രൈവർമാരോട് പുലർച്ചെ 1 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും സവാരിക്ക് തയ്യാറാകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും അമിതമായി മദ്യപിച്ചാൽ അവരുടെ ഇരുചക്ര വാഹനമോ കാറോ കൊണ്ടുവന്നാലും ഞങ്ങൾ അവരെ കാറിൽ കയറ്റി വീട്ടിൽ വിടും, ഷെട്ടി പറഞ്ഞു. ആരെങ്കിലും അമിതമായി മദ്യപിച്ചാൽ ഞങ്ങൾ അവർക്ക് പാനീയം നൽകുന്നത് നിർത്തും. അവരുടെ ഗ്രൂപ്പിലുള്ളവരോട് അവർക്ക് പാനീയങ്ങൾ നൽകുന്നത് നിർത്താൻ ഞങ്ങൾ പറയുകയും ചെയ്യും. കൂടാതെ ഉപഭോക്താക്കളുമായി തർക്കിക്കരുതെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇതും കൂടി കൂട്ടിച്ചേർത്തു. ആഘോഷങ്ങൾ സമാധാനപരമായി നടക്കാൻ നഗരത്തിലുടനീളം 3000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഇടയിലെ സംഘർഷങ്ങളും അക്രമങ്ങളും ഒഴിവാക്കാനാണ് ഈ ഒരു തീരുമാനം.